പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ ഇന്ത്യ-US വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉയർന്ന താരിഫുകൾ വഴി ഇന്ത്യ വർഷങ്ങളായി US-ൽ നിന്ന് നേട്ടമുണ്ടാക്കിയെന്നും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നും ട്രംപ് പറയുന്നു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. ഇറാൻ യുദ്ധം US വിജയിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉടൻ പിടിച്ചെടുക്കാൻ US-നാകുമെന്നും അവകാശവാദം. അതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നാണ് ഹിസ്ബുള്ളയുടെയും നിലപാട്. ശ്യാമ സദാനന്ദനുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിന് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ശ്യാമ. എന്താണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള ചർച്ചകളൊക്കെ പ്രതിനിധികൾ നടത്തിയിരുന്നു. ഇതിൽ ഈ തർക്കവിഷയങ്ങൾ അടക്കമുണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? ഒപ്പം ചില കാര്യങ്ങൾ കൂടി ട്രംപ് പറയുന്നത്, അതായത് വർഷങ്ങളായിട്ട് US-ൽ നിന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാകില്ലെന്നൊക്കെ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ശ്രുതി. ജൂൺ 1 മുതൽ 4 വരെയായിരുന്നു ന്യൂഡൽഹിയിൽ ഇന്ത്യയുടെയും US-ന്റെയും വ്യാപാര ചർച്ചകൾ നടന്നത്. ഇതിനുശേഷം വാഷിംഗ്ടണിൽ നടത്തിയൊരു മാധ്യമപ്രവർത്തകരുമായുള്ളൊരു പ്രസ് മീറ്റിലാണ് ട്രംപ് ഈ കരാർ ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശ പ്രകടിപ്പിച്ചത്. അതിലൂടെ തന്നെ ഇന്ത്യ വളരെ കാലങ്ങളായി വർഷങ്ങളോളം ഉയർന്ന താരിഫുകൾ വഴി US-ൽ നിന്ന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് മേൽ 12.5% നികുതി ചുമത്തുമെന്നൊരു താരിഫ് ഭീഷണിയും ഈ ചർച്ചകൾക്കിടെ ട്രംപ് മുഴക്കിയിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അതായത് ഈ കരാർ ഉണ്ടാകുമ്പോൾ US-ന് അതിൻ്റെതായ ഒരു ആധിപത്യം ഉണ്ടാകാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു അവകാശവാദമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെയും US-ന്റെയും പ്രതിനിധികൾ പറഞ്ഞത് ചർച്ചകൾ ഫലപ്രദമായിരുന്നു എന്ന് തന്നെയാണ് ഇരുപക്ഷവും പറയുന്നത്. ഇതിനിടയിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ ഉണ്ടാകുന്നത്. മോദിയുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കരാർ ഉടൻ സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാനുമായി ഒരു കരാർ ഇല്ലെങ്കിൽ തന്നെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. വളരെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആവർത്തിച്ചിരുന്ന പല അവകാശവാദങ്ങളും ഇത്തവണയും ട്രംപ് വാദിക്കുന്നുണ്ട് എന്നതും കണക്കാക്കണം. കാരണം ഈ യുദ്ധം നയതന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആണെങ്കിലും US തന്നെ ജയിക്കുമെന്നാണ് ട്രംപ് ഇന്നലെയും പറഞ്ഞത്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ട്രംപ് മുഴക്കുന്നുണ്ട്. യുദ്ധത്തിൽ US-ന് തന്നെയാണ് മേൽക്കൈ എന്നും ട്രംപ് പറയുന്നുണ്ട്. ഈ യുദ്ധം US തന്നെയാണ് വിജയിക്കുക എന്നും ട്രംപ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലെബനനുമായും ഇസ്രായേലും ഒരു വെടിനിർത്തൽ ധാരണ എത്തിയിരുന്നു. പക്ഷേ ആ ധാരണ വിലപ്പോയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം ലെബനിലുടനീളം ഇസ്രായേൽ വളരെ വലിയ ആക്രമണമാണ് നടത്തിയത്. നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഈ കരാർ അംഗീകരിക്കില്ല എന്ന് ഹിസ്ബുള്ളയും പറയുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷമുടൻ അവസാനിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അതിൽ കൂടെ തന്നെ ഇന്ത്യ-US വ്യാപാര കരാർ ഉടൻ സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, വ്യക്തമാണ്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.